ചാർധാം യാത്രയുടെ വീഡിയോ പരമ്പരയുടെ ഒന്നാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 2 വരെയുള്ള കാലയളവിൽ 2024 നടത്തിയ സന്ദർശനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗമായി ഹരിദ്വാറിൽ നിന്നും ബാരാക്കോട്ടിലേക്കുള്ള യാത്രാമധ്യേ പകർത്തിയ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാരാക്കോട്ട് യമുനോത്രിയിലേക്കുള്ള ഒരു ബേസ് ക്യാമ്പാണ്. ഹരിദ്വാറിൽ നിന്നും ബാരാക്കോട്ടിലേക്ക് ഏകദേശം 180 മുതൽ 190 കിലോമീറ്റർ വരെയാണ് ദൂരം. പക്ഷേ യാത്ര പൂർണ്ണമായും ഹിമാലയൻ താഴ്വരയിലൂടെയുള്ള മലഞ്ചെരുവിലൂടെയാണ്. ഈ മലഞ്ചെരുവുകളുടെ ഇടയിലൂടെ യമുനാ നദിയെ നമുക്ക് പല ഭാഗങ്ങളിലും ദർശിക്കാൻ സാധിക്കും. ഈ യാത്ര തന്നെ പൂർണ്ണമായ ഒരു ദൃശ്യവിരുന്ന് തീർത്ഥാടകന് നൽകുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുക എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം പ്രകൃതി കനിഞ്ഞരുളിയ ദൈവഭൂമിയിലൂടെ ഈ യാത്ര സഫലമാവുകയാണ്. ഞാനിത് റെക്കോർഡഡ് ശബ്ദം ഞാൻ മ്യൂട്ട് ചെയ്ത ശേഷം പിന്നീട് ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ നൽകുകയാണ്. കാരണം യാത്ര ചെയ്യുമ്പോൾ വാനിലിരുന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അതുകൊണ്ട് തന്നെ വിവരണങ്ങൾ നൽകുവാൻ പ്രയാസമായിരുന്നു. ഇവിടെ ദൃശ്യത്തിൽ മലകളുടെ ഇടയിലൂടെ കളകളകളാ ശബ്ദമുണ്ടാക്കി ഒഴുകുന്ന യമുനയെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ കയ്യിൽ നിന്ന് താഴെ വയ്ക്കുക അസാധ്യമാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അത്രത്തോളം മനോഹരമാണ് കാഴ്ചകൾ. ആവർത്തനമാണ് തോന്നുമെങ്കിലും നമ്മുടെ നേത്രങ്ങൾക്ക് ഒരിക്കൽ പോലും വിരസത അനുഭവപ്പെടില്ല. വളരെ യാത്രാക്ഷീണത്തോടു കൂടിയിട്ടാണ് രാവിലെ യാത്ര തുടങ്ങിയതെങ്കിലും ബാരാക്കോട്ടെത്തുന്നത് വരെ ഇമ അടയ്ക്കാതെ വാഹനത്തിൻ്റെ വിൻഡോവിലൂടെ പുറത്തേക്ക് നോക്കി പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഇവിടെയുള്ള ചെറിയ പാലങ്ങൾ എല്ലാം നമ്മൾ കടന്ന് താണ്ടിയും ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് യാത്ര ചെയ്ത് തെളിനീരോടെ ഒഴുകുന്ന യമുനയെ കൺകൊണ്ട് തഴുകിക്കൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. ഹിമാലയത്തിലെ ദേവഭൂമിയാണ് ഉത്തരാഖണ്ഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ഹിമാലയത്തിലൂടെ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരീനാഥ് എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണ് ലക്ഷ്യം. വിൻഡോയുടെ ഗ്ലാസിൻ്റെ ചെറിയ
ഷെയ്ഡുകളും ഗ്ലെയറുകളും നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ദൃശ്യമാണ്. ഇവിടെ ഇത് നിർത്തിയിട്ട സമയത്തെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ ജലത്തിൻ്റെ ശബ്ദം കിട്ടത്തക്ക രീതിയിൽ ആ വീഡിയോ മ്യൂട്ട് ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഴിയരികിൽ നിർത്തിയതാണ്. അവിടെ പശുക്കളെയും മറ്റും കാണാം. കാണുമ്പോൾ ഒരേ ദൃശ്യമായി തോന്നുമെങ്കിലും ഇതെല്ലാം വെവ്വേറെ പോയിന്റിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് കുന്നിൻ ചെരുവുകൾ, അവയോട് ചേർന്നുള്ള ചെറുഗ്രാമങ്ങൾ, അവിടെയുള്ള ചെറിയ കൃഷിയിടങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് ഈ ഭൂപ്രദേശം. ഒരുപാട് സ്റ്റിൽ ഫോട്ടോകളും എടുത്തിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഒരു നേത്ര വിരുന്നായി മാത്രം ഇതിനെ കാണുക, ആസ്വദിക്കുക. ഇനി നമ്മൾ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണും. അവിടെ സുഖമായി കുളിക്കുന്ന ബോട്ടുകളും മറ്റുമൊക്കെ ദൃശ്യത്തിൽ കാണാം. ഇവിടെ ഈ ചിത്രത്തിൽ നേരത്തെ കാണിച്ചത് മഴ അളക്കുന്നതിനുള്ള ഉപകരണവും അത് സാറ്റലൈറ്റുമായിട്ട് സോളാർ പാനൽ വെച്ച് ബന്ധിപ്പിച്ചിട്ടുള്ള ചെറിയൊരു ഉപകരണമാണ്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങളും അതേപോലെ മഴ, മേഘസ്ഫോടനം, ഇത്തരം കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി സ്ഥാപിച്ച ഉപകരണമാണ് നേരത്തെ നമ്മൾ കണ്ടത്. അങ്ങനെ ബാരാക്കോട്ടിലേക്കുള്ള വഴിമധ്യേ, ഋഷികേശ് മുതൽ ബാരാക്കോട്ടിലേക്കുള്ള വഴിമധ്യേയുള്ള വിവിധ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ ഈ കാഴ്ച പൂർത്തിയാക്കി അടുത്ത ഭാഗത്തിൽ യമുനോത്രിയും അതോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകൾ അടുത്ത ഭാഗത്തിൽ കാണാം.